വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്ന് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞ വല്യമ്മയെ ഓർമ്മ വന്നു. വല്യമ്മയെ ഞങ്ങൾ കുട്ടികളൊക്കെ അമ്മിഞ്ഞമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അമ്മിഞ്ഞമ്മയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്ന ഞാൻ അവരുടെ കൂടെയായിരുന്നു രാത്രി കിടന്നിരുന്നത്. ഒരുപാട് കഥകൾ പറഞ്ഞു തരും, ഒരുപാട് പാട്ടുകൾ പാടിത്തരും. വല്യമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരു പാട്ടായിരുന്നു കൃഷ്ണനെ പറ്റിയുള്ളൊരു പാട്ട്. ആ പാട്ടും ഇന്ന് വല്യമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ കാമിനി മണിയമ്മ തന്നങ്ക സീമനി ചെന്നു കേറിനാൻ. അമ്മയുമപ്പോൾ മറണച്ചിട്ടങ്ങുമ്മ വെച്ചു കിടാവിനെ അമ്മിഞ്ഞ കൊടുത്താനന്ദിപ്പിച്ചു ഉണ്ണിയുമപ്പോഴോതിനാൻ. ഒപ്പത്തിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. അപ്പിള്ളേരായി വനത്തിൽ മേളിക്കാൻ ഇപ്പോൾ ഞാൻ അമ്മേ പോകട്ടെ. അയ്യോ എന്നുണ്ണി പോവല്ലേ, ഇപ്പോൾ തീയു പോലുള്ള വെയിലല്ലേ. അയ്യോ എന്നുണ്ണി പോകല്ലേ, ഇപ്പോൾ തീയു പോലുള്ള വെയിലല്ലേ. അയ്യോ എന്നമ്മേ തടയല്ലേ, പോട്ടെ പരിചോടിന്നെനിക്കുണ്ണുവാൻ. അയ്യോ എന്നമ്മേ തടയല്ലേ, പോട്ടെ പരിചോടിന്നെനിക്കുണ്ണുവാൻ. നറുനെയ് കൂട്ടിയിട്ടുരുട്ടിയിട്ടും നല്ലൊരുറതയീർ കൂട്ടിക്കുഴച്ചിട്ടും വറുത്തൊരു പേരി പതിച്ചിട്ടും ഈ രണ്ടുരുളയും എൻ്റെ മുരളിയും തരിക എന്നൊന്നങ്ങുരച്ചു ചാഞ്ചാടി തരസ കണ്ണൻ താൻ പുറപ്പെട്ടു. തരിക എന്നൊന്നങ്ങുരച്ചു ചാഞ്ചാടി തരസ കണ്ണൻ താൻ പുറപ്പെട്ടു. വെൺമണി മഹൻ നമ്പൂതിരിയുടെ കവിതയാണിത്. ഇത്തരം കവിതകൾ എത്ര മനോഹരമായി എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും.